ഒളിയമ്പുമായി പി.കെ. ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൂടെ നിന്ന് ചതിച്ചവർക്ക് വരാനിരിക്കുന്നത് മോഹഭംഗത്തിന്റെ കാലമെന്ന് പി.കെ. ശശി. പി.കെ. ശശി കഴിഞ്ഞ കുറേ കാലമായി വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അതും വലിയ വിവാദങ്ങളുടെ ഭാഗമായാണ് പി.കെ. ശശിയുടെ പേര് നമ്മൾ വാർത്തകളിലും കേരള സമൂഹമാകെയും ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, തൻ്റെ വിമർശനം പാർട്ടി വിട്ട് BJP-യിൽ പോയവർക്ക് എതിരെയാണെന്ന് പി.കെ. ശശി വിശദീകരിക്കുന്നുമുണ്ട്. പുതുവത്സര ആശംസ നേരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിൽ അസ്വാഭാവികമായ യാതൊന്നും തന്നെയില്ല. പ്രസ്ഥാനത്തെ മറയാക്കി പ്രസ്ഥാനത്തെ കബളിപ്പിക്കുന്നവർക്ക്, പ്രസ്ഥാനത്തെ ചതിച്ച് പുറത്തുപോയ ഒറ്റുകാർക്കുമെതിരായിട്ടുള്ള താക്കീത് കൂടി ആ സന്ദേശത്തിന്റെ ഭാഗമായി നൽകി. അവരെ സംബന്ധിച്ചിടത്തോളം 2025 ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലവും ഒട്ടും ശുഭകരമായിരിക്കില്ല എന്ന സന്ദേശമാണ് ഞാനിവിടെ കൊടുത്തത്. രതീഷേ, പി.കെ. ശശി അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ വളരെ ഇതായിട്ടാണ് പറയുന്നത്. കാരണം പാർട്ടി വിട്ടു പോയവരെ ഒന്ന് ശാസിച്ചു എന്നല്ലാതെ ഞാനൊന്നും കുത്തിപ്പറയല്ല എന്നാണ് അദ്ദേഹം. പക്ഷേ ഗോകുൽ, അദ്ദേഹത്തിനെതിരെ പാർട്ടിയുടെ നടപടി ഉണ്ടായിരിക്കുന്നു. CTU ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അല്ലെ, ആ ചുമതല അടക്കം മറ്റാളുകളിലേക്ക് മാറ്റിയിരിക്കുന്നു. പാർട്ടി നടപടിക്ക് പിന്നാലെ വന്നിരിക്കുന്ന ഈ പ്രതികരണത്തെ എങ്ങനെ വേണം രാഷ്ട്രീയമായി കാണാൻ? അതായത് പാർട്ടി നടപടികൾക്ക് ശേഷം, അതായത് പാർട്ടിയിൽ തരം താഴ്ത്തിയതിന് ശേഷമാണ് പി.കെ. ശശിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അത് പുതുവത്സരം ആശംസിച്ചുകൊണ്ടിട്ട പോസ്റ്റാണ്. അതിലെ ചില വാക്കുകൾ ഇങ്ങനെ അത് നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആകുന്നത് പാർട്ടിയിലെ പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ്. അത് ഡയറക്റ്റായിട്ട് അദ്ദേഹം പറയുന്നില്ല, ഇത്തരത്തിൽ ഒളിയമ്പ് എന്നുള്ള രീതിയിൽ ആണ് പറയുന്നത്. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവർക്ക് ഇനി ദുരിതകാലമാണ്. കൂടെ നിന്ന് ചതിച്ചവർക്ക് 2025 മോഹഭംഗത്തിന്റെ കാലമായിരിക്കും. ആത്മാഭിമാനം പണയപ്പെടുത്തരുതെന്നുമാണ് ഈ ശശി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഉയിര് പോകും വരെ ഉശിര് കൈവിടാതിരിക്കുക, അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ ഒക്കെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. കൂടെ നിന്ന് കാലുവാരിയവർക്ക് എതിരെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അതിൽ അദ്ദേഹം പറയുന്നത് പാർട്ടി വിട്ട് പോയവർക്കെതിരെയാണെന്നാണ്. പക്ഷേ അങ്ങനെ പാർട്ടി വിട്ട് പോയവർക്കെതിരെയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നവർക്കെതിരെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഡയറക്റ്റായിട്ട് തന്നെ പറയാം. ഈ തരത്തിൽ പാർട്ടി വിട്ട് BJP-യിൽ പോകുന്നവർക്ക് നല്ല കാലമല്ല, അപ്പോൾ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്നവർക്ക് നല്ല കാലമല്ല എന്നൊക്കെ പറയാം. പക്ഷെ അതൊന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ രൂക്ഷമായ ഭാഷയിലാണ് മാർഷൽ ഈ വിമർശനം വരുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിങ്ങിന് 2025 എല്ലാവർക്കും സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ പുത്തൻ അനുഭൂതികളുടെ വർഷമായി തീരട്ടെ പുതുവർഷം എന്ന ആശംസയിൽ അദ്ദേഹം തുടങ്ങുകയാണ്. തൊട്ടു പിന്നാലെ 2024 കുറിച്ച് അദ്ദേഹം പറയുകയാണ്, പ്രതിസന്ധിയുടെ ഒരു കാലം, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണുന്ന ഏതവന്റെയും പെട്ടി ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദര കാലമായിരുന്നു. അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കും. മദ്യവും അതിനു മുകളിൽ കഞ്ചാവും അടിച്ച് ഘോരഘോരം മദ്യത്തിനും മയക്കുമതിനെതിരെ പ്രസംഗിക്കുന്നവരുടെ നല്ല കാലം കഴിയുന്നു. ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത മഹാസ്ഥാപനം പിടിച്ചുപറിയും കൊള്ളയും നടത്തി വെള്ള പുതപ്പിച്ച് ആ പണം കൊണ്ട് ഉന്മാദിച്ചവർക്കും ആഹ്ലാദത്തിന് വക നൽകില്ല പറഞ്ഞല്ലോ രതീഷ്. കാരണം സ്വാഭാവികമായിട്ടും പാർട്ടി വിട്ടുപോയവർക്ക് വേണ്ടിയുള്ള ഒരു കുറിപ്പാണ് അദ്ദേഹം തയ്യാറാക്കിയത്. പക്ഷേ ഗോകുലെ ഒരു സംശയം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ആരെങ്കിലും അടുത്തിടെ പാലക്കാട് നിന്ന് പ്രമുഖ നേതാക്കൾ ആരെങ്കിലും പാർട്ടി വിട്ട് BJP പോയതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനിയിപ്പോൾ അവിടെ പ്രാദേശികമായ തരത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും എതിരെയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അത്തരമൊരു പേര് സൂചിപ്പിക്കും. നേരത്തെ തന്നെ ഗോകുൽ പറഞ്ഞു, ആരെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ പാർട്ടി വിട്ടു പോയോ ഗോകുലെ? അതായത് മാർഷൽ പറഞ്ഞ പോലെ പ്രാദേശികമായി ചില മാറ്റങ്ങൾ ഉണ്ടായി. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ ചില മാറ്റങ്ങൾ BJP-യിലേക്ക് ചേർന്നു എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായി, പ്രാദേശികമായി ഉണ്ടായെന്നല്ലാതെ പ്രമുഖമായ അങ്ങനെ ഒരു സംഭവങ്ങൾ മാർഷൽ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. അങ്ങനെ ഒരു കാര്യം എൻ്റെ ഓർമ്മയിലും ഇല്ല, അല്ലെങ്കിൽ എൻ്റെ അറിവിലും ഇല്ല. നമ്മൾ അങ്ങനെ വാർത്തകളും ഉണ്ടായിട്ടില്ല. അത് മാർഷൽ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇല്ല യഥാർത്ഥത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം നിങ്ങൾ വേണ്ടത് വ്യാഖ്യാനിച്ചോളൂ, പക്ഷേ എൻ്റെ വിശദീകരണം ഇതാണ് എന്നുള്ള തലത്തിൽ നൽകുന്ന പോലെയാണ് നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ തോന്നുക. അപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ ഗോകുലെ?
അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് അദ്ദേഹം നമ്മളിപ്പോൾ ഫോണിൽ കാര്യമായിട്ട് വിളിച്ചിരുന്നു. പ്രതികരണം നൽകിയില്ല. ഇത് നമ്മൾ ഫോണിൽ വിളിച്ചിരുന്നു ഗോകുൽ. അദ്ദേഹം ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ BJP-യിലേക്ക് പോയ ആളുകളെക്കുള്ള കുറിച്ചുള്ള പ്രധാനപ്പെട്ട നേതാവിന്റെ വിമർശനമാണെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണം ജില്ലാ സെക്രട്ടറി ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഗോകുലെ ജില്ലാ സെക്രട്ടറിയും പ്രതികരിച്ചിട്ടില്ല. അവർക്ക് ഈ വിഷയം ഒരുപക്ഷെ സമ്മേളന കാലയളവാണ്. ഒരു പോർമുഖം തുറക്കുകയാണ്. ലോകത്തിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവർക്ക് ശക്തി നൽകുന്നതാവട്ടെ പുതിയ വർഷം. ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലിവിലക്കൊമ്പും മറുകൈയിൽ പോരാട്ടത്തിന്റെ മിഷൻ ഗണ്ണുമായി നിൽക്കുന്ന പലസ്തീൻ പോരാളികളെയാണ് നമുക്ക് ആവേശം നൽകേണ്ടത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിച്ചത്. എന്തായാലും പോരാട്ടത്തിന്റെ വഴി തുറക്കാൻ ആഗ്രഹിക്കുന്നു PK ശശി എന്നതാണ് ഈ നടപടികൾക്ക് പോരാട്ടത്തെ വഴിയിൽ പാലക്കാട്ടെ പാർട്ടി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് ഈ സമയം പറ്റുകയുള്ളൂ.